ഹലോ ഗായ്സ്, ഞങ്ങൾ NS പോയിട്ട് തിരിച്ചു. തമിഴിലുള്ള താല്പര്യമില്ല. അപ്പോൾ എവിടെ പോയത് എന്താണെന്നൊക്കെയുള്ള കഥ ഞാൻ നിങ്ങളോട് ലാസ്റ്റ് പറയാം കേട്ടോ. ഇത് നിങ്ങൾ കാണുന്നത് മേവറം ജംഗ്ഷനാണ്. മേവറത്ത് ഇങ്ങനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ബാരിക്കേഡ് പോലെ ഒരു വലിയ മതിലൊക്കെ ഉണ്ടായതുകൊണ്ട് ജംഗ്ഷൻ എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ മേവറം ജംഗ്ഷന് കുറച്ച് മുമ്പോട്ട് ചെന്നാലേ നമുക്ക് കട്ട് ചെയ്ത് അപ്പുറത്തെ റോഡ് കയറാൻ പറ്റും. അപ്പോൾ മേവറത്തുനിന്ന് വീണ്ടും നമ്മൾ NS മെഡിസിറ്റി പോകുന്ന റോഡിലോട്ടാണ് പോകുന്നത്. റോഡിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് കറക്റ്റ് സ്ഥലങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട NH, പുതുതായിട്ട് പണിത് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന NH. അപ്പോൾ നമ്മൾ നേരെ മേവറം ജംഗ്ഷനിൽ നിന്ന് തട്ടാമലേക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയും ഈ NSലേക്ക് പോകാനുള്ള മെഡിസിറ്റിക്ക് പോകാനുള്ള വഴിയും എല്ലാം തുടങ്ങുന്നത് ഈ ജംഗ്ഷനിൽ നിന്നാണ്. ഇവിടെ നിന്ന് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകാൻ. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു നിങ്ങൾ കൂടിപ്പോയ ഒരു 300 മീറ്ററൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ഈ അത്രയും മീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന കടയെത്തും. ആ കട നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടേജ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഓട്ടോ ചേട്ടന് NSയിൽ നിന്ന് കിട്ടിയതാണ്. ചേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് 80 രൂപ വാങ്ങി ഇവിടെ വരെ വരുന്നതിന്. അത്ര ഓട്ടോക്കൂലി ഉണ്ടോ? കമൻറ്റ് ചെയ്യണേ എല്ലാവരും. ഉണ്ടായാലും ഇല്ലായാലും ഈ മാമനും ഒരു കഥയുണ്ട് കേട്ടോ. അത് നിങ്ങൾ വീഡിയോ മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇതാണ് ഹരിശ്രീ ഹോട്ടൽ. ഇത്രയും കാറുകളും ബൈക്കുകളും ഒക്കെ കിടക്കുമ്പോൾ കാണുമ്പോഴേ മനസ്സിലാവുമല്ലോ കടയുടെ ഒരു സെറ്റപ്പ്. കട നല്ല തിരക്കാണ്, അകത്ത് ഫുള്ളായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാ ഐറ്റംസും കൊച്ചു പാത്രത്തിലാക്കി കൊണ്ടുതരികയും ചെയ്യും. ഊണിന് 90, ചീനിക്ക് 60, അരച്ചീനി മതിക്ക് 30. അങ്ങനെ ഞങ്ങൾ ഒരു അരച്ചീനിയും കപ്പയല്ലേ ചീനി, അത് തന്നെ ചീനിയും പിന്നെ കക്ക ഫ്രൈയും 2 ചൂരയും വാങ്ങി. അപ്പം ഞാനും തമ്പുരും കുഞ്ഞമ്മയാണ് കഴിക്കുന്നത്. അപ്പോൾ തമ്പുരു ഗർഭിണിയാണ് കേട്ടോ. തമ്പുരു നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ചധികം സമയം എടുത്തിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ വരെ വന്നത്. അപ്പം ഒരു മണി അടുപ്പിച്ചാവാറായി. നല്ല കറിയാണ് എല്ലാം. ചൂരയൊക്കെ നോക്കി സൂപ്പറായിരുന്നു. അവിടെ ഓൾറെഡി തന്നെ 2 കറി നമുക്ക് തരും. ഒരു മഞ്ഞക്കറിയും ചുമന്ന കറിയും നമുക്ക് തന്നെ അത് ഫ്രീ ആയിട്ട് ഊണിൻ്റെ കൂടെ തന്നെ ഉണ്ട്. പിന്നെ സാമ്പാറുണ്ട്, രസമുണ്ട്, മോരുണ്ട്, പച്ചമോരുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഈ ചൂര ഫ്രൈ ഒക്കെ ഒരു രക്ഷയിലായിരുന്നു. 70 രൂപയ്ക്ക് കുഞ്ഞു പീസായതുകൊണ്ട് ഒരു 3-4 പീസ് ഉണ്ടായിരുന്നു. ആ റൈറ്റ് സൈഡിൽ ഇരുന്നത് മൊത്തം അവൾ തിന്നു. പിന്നെ ഗർഭിണിയല്ലേ തിന്നിട്ടെന്ന് ഞാനും വിചാരിച്ചു. കൊച്ചിനങ്ങ് വയ്യ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണുവെക്കല്ലേ കൈസിൻ്റെ കൊച്ചിന് അടുത്ത് തന്നെ പ്രസവിക്കും. ഡ്യൂ ഡേറ്റിന് അടുപ്പിച്ചായിട്ടുണ്ട് അവൾക്ക് ആദ്യം ഇട്ട ചോറ് കുറഞ്ഞു പോയിട്ട് അവൾ അപ്പോഴേ അങ്ങ് വിഷമിച്ച് ഡെസ്പായി പോയി കുഞ്ഞ്. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു കണ്ണി കുരു വരും, ഇച്ചിരി കൂടെ ചോറ് കൊടുക്കാൻ. അങ്ങനെ ചോറ് കൊടുത്തു രണ്ടാമതും. അപ്പം ചോറ് കൊടുത്തിട്ട് അപ്പം ഞങ്ങൾ മഞ്ഞക്കറി കൂട്ടി ആദ്യം കഴിച്ചു. ആ സാലഡിന് പോലും പ്രത്യേക ടേസ്റ്റ് കേട്ടോ. ഈ ചുമന്ന കറി സൂപ്പറാണ്. ഞാൻ മാത്രമേ എടുത്തുള്ളൂ, ഇവരാരും കഴിച്ചില്ല കേട്ടോ. അവർക്ക് ചുമന്ന കറി വേണ്ട, മഞ്ഞക്കറിയിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ കക്കാത്തോരൻ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല. കക്കാത്തോരനും പിന്നെ ഈ ചൂര ഞാൻ വീണ്ടും കാണിക്കുമോ നിങ്ങളെ, എന്തിനാണോ എന്തോ. ഈ കഞ്ഞിവെള്ളം അതൊരു ഹൈലൈറ്റ് ഐറ്റമാണ് ഇവിടുത്തെ. കഞ്ഞിവെള്ളവും ഉണ്ട്, സാധാ വെള്ളമുണ്ട്. കഞ്ഞിവെള്ളം നല്ലതാണ്. അപ്പോൾ ഞാൻ നീറ്റായിട്ട് ക്ലീനായിട്ട് കഴിച്ച് തീർന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. മേവറത്ത് നേരെ ഏതാണ്ട് മെഡിസിറ്റിക്ക് പോകുന്ന റോഡിൽ ഹരിശ്രീ ഹോട്ടൽ നമ്പരും കാണാൻ പറ്റും. കുഞ്ഞമ്മ കഴിച്ചപ്പോഴത്തേക്ക് അങ്ങ് അവശതയായി കേട്ടോ. എന്ത് ചെയ്യണമെന്ന് അറിയാം. എവിടെയെങ്കിലും കിടന്നാൽ മതി. വയറൊക്കെ അങ്ങ് നിറഞ്ഞ് തടവൊന്നും നോക്ക് ഗർഭിണിയെക്കാട്ടി വയറായി. ഞങ്ങൾ ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കണ്ട എല്ലാവരും ചാറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. ആദ്യം വന്നത് ഒരു ആംബുലൻസ്. കുഞ്ഞു പറയാം ആംബുലൻസിനെങ്കിലും കൈ കാണിച്ച് നമുക്കങ്ങ് പോകാം മോളെ, അത്രയ്ക്കങ്ങ് വയ്യ. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്ന് അവസാനം ഞങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോ കിട്ടി കേട്ടോ. ആദ്യമൊന്നും ഇതിൽ കൂടെ അധികം ഓട്ടോ ഒന്നുമില്ല കേട്ടോ. ഒരു കുഞ്ഞുവാവ വെയിലത്ത് അച്ഛൻ കൊണ്ടുപോകുന്നു. അപ്പോൾ കുഞ്ഞുവാവ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓട്ടോ വന്നു. ഞങ്ങൾ നേരത്തെ കൊണ്ടുപോയി ഓട്ടോ വരെ വീണ്ടും കറങ്ങി വന്നു. ആ മാമൻ തന്നെ വേറെ ആരെയോ കൊണ്ടുവരാൻ മേവറം വരെ വന്നപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളെ കിട്ടി. അങ്ങനെ മാമൻ്റെ ഓട്ടോയിൽ കയറി ഞാൻ തിരിച്ച് വീട്ടിലോട്ടും ഇവരെ കൊണ്ടുവന്ന് പാലത്തറ ജംഗ്ഷനിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ബസ് കിട്ടും. പിന്നെ ഞാൻ അറിഞ്ഞ A1 ബസ് ഇതിലേ കൂടെ തന്നെയാണ് പോകുന്നത്. കുറച്ച് നേരം നിന്നായിരുന്നെങ്കിൽ A1 കയറി അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. പിന്നെ ഓട്ടോമാമൻ്റെ ഒരു ലക്കും ഞങ്ങളുടെ ഒരു ലക്കും കാരണം ആ ഓട്ടോമാമൻ തന്നെ വന്ന് ഞങ്ങൾ കയറി അതിൽ പോവുക. കുറച്ച് ദൂരം ചെന്നപ്പോഴേ കുഞ്ഞമ്മയ്ക്ക് ഡൗട്ട്, ഈ ഓട്ടോ നേരെ അങ്ങ് കല്ലുതാഴം വരെ പോകുന്നെങ്കിൽ എത്ര രൂപയാകുന്നു. മാമനൊട്ട് പറയുന്നില്ല. മാമൻ പറയാം പിന്നെ തിരിച്ചു വന്ന് മോളെ കൊണ്ടാക്കണ്ടേ, വില കൂടത്തില്ല, അങ്ങ് അടയോടേതൊക്കെ പറഞ്ഞ് അങ്ങ് സംസാരമായിരുന്നു, ബഹളം. അങ്ങനെ പിന്നെ ലാസ്റ്റ് മാമൻ തന്നെ പറഞ്ഞു നിങ്ങൾ പാലത്തറ ഇറങ്ങിക്കോ, ഈ കൊച്ചിനെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. എൻ്റെ വീട് അവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പാലത്തറ ജംഗ്ഷനിലോട്ട് വിട്ടു. അപ്പോൾ ഗർഭിണിയും അമ്മയും കൂടെ ബസ് കയറി അങ്ങ് കേരളപുരത്തോട്ട് പോകും. അങ്ങനെ ഈ റോഡൊക്കെ നന്നായി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല എളുപ്പത്തിൽ നമുക്ക് സ്ഥലങ്ങളിൽ എത്താൻ പറ്റുന്നത് പോലെ തോന്നാറുണ്ട്. അങ്ങനെ അവരെ ഇറക്കി എൻ്റെ പേഴ്സൊക്കെ അവൾ തിരിച്ച് വന്ന് അവർ അവിടെ പോകുന്നു. അവരെ ഞാൻ ഇറക്കി എന്നിട്ട് ഞാൻ തിരിച്ച് ബസ്സിൽ കയറി നേരെ വീട്ടിലേക്ക് തന്നെ പോവുക. മാമൻ നല്ല രസമായിരുന്നു. മാമനോട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ്
ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ കഥയൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നു. ഇത് കാപ്പിക്കട. ഇനി ഇത് കാണുന്നത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകത്തില്ല. പെട്ടെന്ന് കാപ്പിക്കട കാണുമ്പോൾ എന്തായി കഥയെന്ന്. അങ്ങനെ വീട്ടിലങ്ങ് എത്തി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വിമ്മിങ്ങിന് പോയിട്ട് തിരിച്ചു വന്ന വഴിക്കാണ് ഈ കാപ്പിക്കട. കാപ്പിക്കടയുടെ കഥയും ഞാൻ ലാസ്റ്റ് നിങ്ങളോട് ഒന്നുകൂടെ പറയാം കേട്ടോ. ഇത് കാപ്പിക്കട പണ്ട് മമ്മൂട്ടി വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്, കുഞ്ഞുനാളി പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ അടിപൊളിയാണ്, നല്ല ഫുഡ് കേട്ടോ. ഈ വഴി പോകുമ്പോൾ ഇതും പഴയാറ്റിൻകുഴി ജംഗ്ഷനാണ്. പഴയാറ്റിൻകുഴി ജംഗ്ഷൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ തട്ടാമല കഴിഞ്ഞ് പള്ളിമുക്കോട്ട് പോകുമ്പോൾ അടുത്ത സ്റ്റോപ്പാണ് പഴയാറ്റിൻകുഴി ജംഗ്ഷൻ. കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഡെക്കത്തലോൺ ഇല്ലേ, ഗൂഗിളിൽ അടിച്ചാൽ മതി. ഡെക്കത്തലോണിൻ്റെ തൊട്ടടുത്താണ് ഈ കടയുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ കയറി കുറച്ച് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ മേടിക്കാൻ പപ്പായ വിട്ടിട്ടുണ്ട്. ഇന്നും സ്വിമ്മിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നിട്ട് സ്വിമ്മിങ് ചെയ്ത കലോറിയെല്ലാം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കാപ്പിക്കടയിൽ നിന്ന് കാപ്പി പിടിക്കുക. പൊറോട്ടയുണ്ട്, കാപ്പിക്കടയിലെ ഫുഡ്. ഇത് ഞായറിന് ടിക്കറ്റ് ഇന്നും നാളെ. ഇന്നലെ ഇന്നത്തേക്ക് കൂടെ ടിക്കറ്റ് വെച്ചിരുന്ന അതെ അമ്മേ. എന്തെങ്കിലും പെൻസിൽ വെച്ച് ടിക്കറ്റ് കാർഡ്. അപ്പൊ സ്വിമ്മിങ്ങിന്റെ കാർഡിൽ ഇതുവരെ ടിക്കറ്റ് ഇടണം. പിന്നെ കാപ്പിക്കടയിലെ ഫുഡ് വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു തരാം. ഇവിടെ ഇടിയപ്പൊക്കെ കിട്ടും. ഇവിടെ ഒരു മാമനുണ്ട്, എന്തുവെന്നറിയാവോ അമ്മ, ആ ചിക്കൻ ഫ്രൈയുടെ വലിയ പാത്രം ഇല്ലേ, അപ്പം അതത് കൈയിടും പുള്ളി. കൈയിട്ട് ചിക്കൻ ഫ്രൈ എടുക്കും. കൈയിട്ടെടുക്കുന്നു ഇൻ ദ സെൻസ് ചൂട് എണ്ണയ്ക്കകത്ത് കൈയിടാൻ കഴിവുള്ള ഒരാളുണ്ട് ഇവിടെ. അമ്മനെ കാണുന്നില്ല. ഇതാണ് കാപ്പിക്കട. കാപ്പിക്കടയിലെ പൊറോട്ടയുടെ വീഡിയോ ഒരുമിച്ചിടാം. ഇന്ന് ഉച്ചക്കലത്തെ ഹരിശ്രീയുടെ കൂടെ, ഹരിശ്രീ നിങ്ങളിപ്പോൾ കാണും, അതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ ചേർത്ത് അറ്റാച്ച് ചെയ്ത് ഇടാം. എന്ത് വിശേഷം എന്ന് ചോദിക്കാം. എന്തൊക്കെയുണ്ടെന്ന് ചോദിക്കാം. എല്ലാവർക്കും സുഖമാണോ? സുഖല്ലേ? കഴിച്ചോന്ന് നോക്കി. യാശു സ്വിമ്മിങ്ങിന് പോയെന്ന് പറ. ഞാൻ സ്വിമ്മിങ്ങിന് പോയി. കൊള്ളായിരുന്നു? കൊള്ളാമെങ്കിലും പറയാൻ പറ്റും. ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല കൈസ്, ഒരു വക പറഞ്ഞാൽ കേൾക്കത്തില്ല. സ്വിമ്മിങ്ങിന് പോയ അവിടെ കിടന്ന വീരിവിരിപ്പ് കണ്ട. വെള്ളത്തിൽ കിടന്ന കുത്തി മറിയല ചെറുക്കൻ്റെ പ്രധാനപ്പെട്ട ഇത്. യാശിന് എന്താ വേണം കാപ്പിക്കടയിൽ നിന്ന്? എന്താ വേണ്ടേ? പൊറോട്ട ആണോ വേണ്ടേ? പൊറോട്ടയും ചിക്കനും. അപ്പൊ ഇടിയപ്പോ നിനക്കല്ലേ ഇറക്കാം ഇടിയപ്പം മേടിച്ചതിൻ്റെ. എന്തായാലും എല്ലാം മേടിച്ചോണ്ട് വരും അച്ഛൻ. നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ QR കോഡൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഇപ്പോൾ ഉണ്ടല്ലോ. ഞാൻ അത്ര അതിശയം പറയേണ്ട കാര്യമൊന്നുമില്ല. സ്വിമ്മിങ്ങിന് പോയി പകുതി വഴി വന്നപ്പോഴത്തേക്ക് തോർത്തുമൊക്കെ കളഞ്ഞിട്ട് അമ്മാമ്മയും കൊച്ചുപോനും ഒക്കെ വന്നു. പിന്നെയും പോയി എടുത്തു. പിന്നെ കാപ്പിക്കടയിൽ നിന്ന് പൊറോട്ട മേടിക്കുന്നത് ഒരു സന്തോഷം. സബ്സ്ക്രൈബ് ചെയ്യാത്ത എന്താ ഗൈസ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ? സർപ്രൈസ് അല്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ലൈക്ക് കരോ. പൊറോട്ട കിട്ടി. ഒരു 700 രൂപ അടുപ്പിച്ചായി. അത് ഞങ്ങൾ കുറച്ച് വിഭവസമൃദ്ധമായി അച്ഛൻ മേടിച്ചാണെന്ന് തോന്നുന്നു. അച്ഛൻ്റെ മോന്തം കൂടി തെളിയുന്നില്ല, അച്ഛനെ കാണിച്ചെന്നേ ഉള്ളൂ. നാളെ സ്കൂളിൽ പോയി പോകണ്ട, അമ്മ അവധി വന്നു. ഓക്കെ, സന്തോഷമായോ? ദിവസം അറിയാൻ പറ്റാത്തതുകൊണ്ട് എങ്ങനെ പറഞ്ഞാലും എൻ്റെ കൊച്ചിന് സന്തോഷം. യാശു ഹാപ്പി ആയോ? സെറ്റായത്. നാളെ പോകണ്ട, നാളെ ശനിയാഴ്ച ദിവസം അറിഞ്ഞൂടാ. യൂട്യൂബ് ചാനലിൽ അങ്ങനെ 499 സബ്സ്ക്രൈബേഴ്സ് ആസ് ഓഫ് നൗ ആയിട്ടുണ്ട്. ഇന്ന് 11 ജൂലൈ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട നമുക്കൊരു ലൈക്കും ചെയ്യണം, കമന്റും ചെയ്യണമെന്ന് പറയാം. ഇടയ്ക്ക് എൻ്റെ കമന്റ് ബോക്സ് ഓഫായിരുന്നു. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞപ്പോഴാണ് അറിഞ്ഞ്, ഒരു ഡോക്ടർ വിഷ്ണുപ്രിയ, അപ്പോൾ എൻ്റെ റൂംമേറ്റ് ആയിരുന്നു, അവളാണ് എന്നോട് പറഞ്ഞ് കമൻറ്റ് ഓഫാണ് ചേച്ചിന്ന്. അപ്പോൾ ഞാൻ കമൻറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആസ് ഓഫ് 499 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 500 സബ്സ്ക്രൈബേഴ്സും ഒരു ബെഞ്ച് മാർക്കാണ് ഈ ജേണിയുടെ. അപ്പം ആരെങ്കിലും ഒരാളോട് സബ്സ്ക്രൈബ് ചെയ്ത് ഇന്ന് രാത്രിക്കുള്ളിൽ ഞങ്ങൾ 500 സബ്സ്ക്രൈബർ എത്താണ് പ്രതീക്ഷ. അല്ലേ സോമ ചേച്ചി? പോകുന്നിടത്തൊക്കെ ഒന്ന് പറയാത്തത് സോമ ചേച്ചി സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ആദ്യത്തെ ഐറ്റം ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് മധുരമുള്ള ബീഫ് റോസ്റ്റ്, നല്ല വരട്ടിയ ബീഫ് റോസ്റ്റാണ് കേട്ടോ. പിന്നെ നൂലപ്പം, യാശിൻ്റെ നൂൽ ഇഡലി, പിന്നെ പൊറോട്ടയുണ്ട്, നല്ല സുടുസുടാ പൊറോട്ട, പിന്നെ മൊട്ടാക്കോ, പിന്നെ ഈ കറി അടിപൊളി കേട്ടോ. അപ്പോൾ ഇടിയപ്പം എടുത്തു കുറച്ച് സാധനങ്ങൾ എടുക്കുക ഞാൻ എനിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു ബീഫ് കറിയും കൂടെ ഉണ്ട്, വേറൊരു ബീഫ് കറിയും കൂടെ ഉണ്ട് കേട്ടോ. ചാറ് മാത്രമല്ല ബീഫ് കറിയും ഉണ്ട്. ഈ ഉള്ളിയും കൂടെ ചേർത്ത് കഴിക്കണം, സൂപ്പറാണ്. അപ്പോൾ എനിക്കുള്ള മുട്ട ഞാൻ എടുത്തു. അമ്മ എങ്ങാണ്ട് സൈഡ് വെച്ച് കൊണ്ടുപോയതാണ് കേട്ടോ അത്. അപ്പം മുട്ട, കുറച്ച് ബീഫ് ഫ്രൈ, കുറച്ച് ചിക്കൻ ഫ്രൈ, പിന്നെ ആ ബീഫിൻ്റെ ഗ്രേവിയും. അപ്പോൾ ഒരാൾ കട്ടനടിക്കുകയാണ്, ഒരാൾ കട്ടനടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ദൈവത്തിനൊക്കെ കൊടുക്കുന്നുണ്ട്. നോക്കണേ,
കണ്ട 3 തുള്ളിക്ക് ദൈവത്തിനൊക്കെ കൊടുത്തിട്ട് കഴിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കഴിക്കാം എന്തായാലും. ആദ്യമേ ഈ മുട്ടക്ക് കഴിച്ചു. ഇതിനകത്ത് ഇഷ്ടം പോലെ കുരുമുളക്. ഇവർക്ക് എങ്ങനെ ഇത് മുതലാവുമെന്ന് മനസ്സിലാക്കില്ല. നിങ്ങൾ കണ്ട എല്ലാ മുട്ടയിലും അത്യാവശ്യത്തിൽ കൂടുതൽ കുരുമുളകില്ലേ? കുരുമുളകിനൊക്കെ നല്ല വിലയില്ലേ? അത് വില കുറവാണോ എനിക്കറിയത്തില്ല. നല്ല വിലയാണ്. അത്യാവശ്യം നന്നായിട്ട് ജനറസ് ആയിട്ട് അവർ മുട്ടയ്ക്കകത്ത് മുട്ടാക്കുമൊക്കെ ചേർക്കുന്നുണ്ട്. അത് അടിപൊളി ഐറ്റമാണ്. പിന്നെ ഈ ബീഫ് റോസ്റ്റ് അടിപൊളിയാണ്. ഈ ബീഫ് ഫ്രൈക്ക് കുറച്ച് മധുരമുണ്ട്, നല്ല ഉള്ളിയൊക്കെ ചേർത്ത ബീഫ് റോസ്റ്റാണ്. പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പം ഇന്നേക്കൊരു പൊടി എല്ലാവരും വാങ്ങുക. അതാണ്ട് ഈ സാധനം മിക്സ് ചെയ്ത് കഴിക്കണം. ഞാനിങ്ങനെ ഓരോ ഈ നിങ്ങൾ കാണിക്കുന്നത് പറഞ്ഞാൽ കൊതിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ള ഉദ്ദേശത്തിലാണ് കാണിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പം ഒരിക്കലും മറക്കരുത്. അച്ഛൻ പൊറോട്ട കുറച്ച് ഉള്ളിയൊക്കെ ഇട്ട് സെറ്റപ്പാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാൻ. സബ്സ്ക്രൈബറിൻ്റെ കാര്യം തിരക്കാൻ പോയതാണ്. അതിൻ്റെ മേളിൽ കയറി ഇരുന്നതൊക്കെ പറഞ്ഞു വീണു കേട്ടോ. എന്നാലും യൂട്യൂബറിന് വലിയ ആഘാതങ്ങളൊന്നും ഏറ്റിട്ടില്ല. അവിടെ കിടന്നുകൊണ്ട് 500 പറയാൻ പോയത് 500 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ വഞ്ചി കഴിഞ്ഞ വഞ്ചി ഇട്ടം വന്നപ്പോൾ പൊട്ടിച്ചായിരുന്നു. ഈ വഞ്ചി നമ്മൾ നിറച്ചിട്ട് പൊട്ടിക്കുമോ ഇട്ടം വരുമ്പോൾ? അപ്പോൾ ഹലോ ഗായ്സ്, ഇന്നൊരു നല്ലൊരു ദിവസമായിരുന്നു. എനിക്കൊരു 500 സബ്സ്ക്രൈബേഴ്സ് എന്നൊരു ബെഞ്ച് മാർക്കിലേക്ക് എത്താൻ പറ്റി. ഞാനൊരു 2020 തൊട്ട് വീഡിയോ ഇടുന്ന ഒരാളാണ്. പക്ഷേ ബ്രേക്ക് ചെയ്ത് അങ്ങനെ കണ്ടൻസ് അങ്ങനെ വലുതായിട്ടൊന്നും എനിക്കിങ്ങനെ സംസാരിക്കാനൊന്നും ഇല്ലാതൊക്കെ ആയപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഇടയ്ക്ക് വെച്ചൊക്കെ ബ്രേക്കായി പോയൊരു വീഡിയോ ക്രിയേറ്ററാണ് ഞാൻ. പക്ഷേ കുറേ പേര് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ആലോചിക്കും വീഡിയോ ഇടണമെന്നൊക്കെ. പിന്നെ അങ്ങ് മടി സ്വാഭാവികം. അങ്ങനെ ഇരുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഒരു അടുത്താണ് യാശപ്പൻ എന്നോട് പറയുന്നത്, നമുക്ക് ചാനൽ തുടങ്ങണം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ വേണം, നമുക്ക് ലൈക്ക് ഷെയർ ഇതൊക്കെ കിട്ടണമെന്നൊക്കെ പറയും. അവൻ എപ്പോൾ പറയുമ്പോഴും അവൻ അതാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവനാണ് വീണ്ടും ആ സ്പാർക്ക് എന്നിലിങ്ങനെ തന്നത്. ഇനിയും വീഡിയോ ചെയ്യണം എന്നൊക്കെ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഇവൻ ജനിച്ചിട്ട് ഞങ്ങൾ പോയി കാണുകയും എക്സ്പ്ലോർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിക്കുമെങ്കിലും നടക്കാറില്ല. ഇത് വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെ, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. എന്നാലും ഞാൻ കുറേ കൂടെ ഇങ്ങനെ എഫേർട്ട് ഇടുന്ന പോലെ തോന്നിയിട്ട് എനിക്കത് വേണ്ട, എന്തിനാ അങ്ങനെ എന്നൊക്കെ ഒരു ചിന്തയിലാണ് അത് ഡ്രോപ്പ് ചെയ്തത്. പക്ഷേ ഇവൻ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് എന്നെ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത്, അമ്മ അപ്പോൾ ചെയ്യണം, ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരു സ്പാർക്ക്, വീണ്ടും ചെയ്താൽ കൊള്ളാമെന്ന്. അങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം വീണ്ടും വ്ലോഗ്. ഞാൻ ഓൾമോസ്റ്റ് ഒരു 450 സബ്സ്ക്രൈബേഴ്സ് ഇപ്പം ജൂൺ മാസത്തിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു 3 വീഡിയോസാണ് ഇട്ടത്. ഇപ്പം അതെ 3 വീഡിയോസ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്കൊരു ഇന്ന് ജൂലൈ 11 500 സബ്സ്ക്രൈബേഴ്സായി. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഒരു ബെഞ്ച് മാർക്കല്ലേ, ഒരു 500 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ 500 പേര് നമ്മളെ കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ തുടങ്ങുന്നു എന്ന് പറയുന്നതും അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നതും വലിയ കാര്യമാണ്. അപ്പോൾ ഈ ജേർണി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇതൊരു ഡോക്യുമെൻറ്റേഷനാണ്. അവൻ പിന്നീട് എടുത്തു വെച്ച് നോക്കുമ്പോൾ അവൻ്റെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അവന് റിവൈൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ഓർക്കാൻ പറ്റുമല്ലോ, ഞാനിവനെ ഇതിനൊക്കെ കൊണ്ടുപോയി, ഇതൊക്കെ വാങ്ങി അല്ലെങ്കിൽ കഴിച്ചു എന്നൊക്കെയുള്ളൊരു ഓർമ്മകൾ. ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ കാണാനും പോയി എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീഡിയോയിൽ എങ്ങനെ ഇരിക്കും, മുഖം ശരിയായോ, ചുണ്ട് ശരിയായോ, സംസാരം ശരിയാണോ, ഇഷ്ടപ്പെടുവോ, ക്രിട്ടിസൈസ് ചെയ്യപ്പെടുവോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ കാരണം വേണ്ടാന്ന് വെച്ചിട്ടുള്ള വീഡിയോസ് പലതും ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ വിചാരിക്കുന്നു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ഈസ് എ ഡോക്യുമെൻറ്റേഷൻ ഓഫ് മൈ ലൈഫ്. എനിക്കിഷ്ടമുള്ളവർ, എന്നെ കാണാൻ ആഗ്രഹമുള്ളവരും എൻ്റെ വീട്ടുകാരെ ഇഷ്ടമുള്ളവരും ഒക്കെ കാണാൻ പോകുന്നൊരു വ്ലോഗാണ്, ഒരു മെമ്മറിയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ആദ്യം നിങ്ങൾക്കൊന്നും മനസ്സിലായി കാണത്തില്ല. പെട്ടെന്ന് ഒരു ഓട്ടോയിൽ കയറി വരുന്ന ഒരു സാഹചര്യമായിരിക്കും കണ്ടത്. അത് ഇന്ന് രാവിലെ ഞാനൊരു ഇച്ചിരി ലേറ്റായിട്ടാണ് എണീറ്റ്. അപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോൾ ഒരു എമർജൻസി വന്നിട്ട് ഞാൻ NS ഹോസ്പിറ്റലിൽ പോയതായിരുന്നു രാവിലെ. അതെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ അനിയത്തിയും മോളുമാണ്, ശീലകുഞ്ചുമ്പയും തമ്പുരുവും. തമ്പുരു നല്ല പേര്, മനീഷ എന്നാണ് പേര്, വീട്ടിൽ വിളിക്കുന്നത് തമ്പുരു എന്നാണ്. തമ്പുരു എൻ്റെ ലൈഫിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഒരുപാട് കെയറും കൺസേണും ഒക്കെ കൊടുക്കുന്ന ഒരു അനീതിയാണ് എൻ്റെ. എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പക്ഷെ അവളോട് ഞാൻ കുറച്ചുകൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കസിനാണ് അണ്ണൻ്റെ വീട്ടിലെയാണ് കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ സിബ്ലിങ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവരൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്ന ഒരാളാണ്. അപ്പോൾ അവൾക്കിങ്ങനെ അവൾ 9 month പ്രഗ്നൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഞാൻ അങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടതേ ഉള്ളൂ. കല്യാണമൊക്കെ ഭയങ്കര സന്തോഷത്തോടെ നമ്മൾ നടത്തിയത്. അപ്പം 9 മാസം ഗർഭിണിയാണ്. അപ്പോൾ അവൾക്ക് രാവിലെ ഒരു എമർജൻസി വന്നിട്ട് NS വരെ വരേണ്ടി വന്നു. അപ്പോൾ എന്നെ വിളിച്ചു, ഞാനും പോയി. അപ്പോൾ ഞങ്ങളങ്ങനെ ഡോക്ടറൊക്കെ കണ്ടു കഴിഞ്ഞ് എമർജൻസി എന്താണെന്നും കാര്യം എന്താണെന്നൊക്കെ നാളത്തെ വീഡിയോയിൽ പറയാം കേട്ടോ.
അങ്ങനെ പോയി കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്കായി അവൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹരിശ്രീ കൊണ്ടുപോയി. അച്ഛൻ ഭയങ്കരമായിട്ട് തുമ്പുന്ന ദൈവമേ, അത് ഇതിനകത്ത് കേൾക്കാൻ പറ്റുമെന്ന് എനിക്കറിഞ്ഞില്ല കേട്ടോ. കേൾക്കുന്നോ നിങ്ങൾ? അപ്പം അവൾക്ക് കൊണ്ടുപോയി ഫുഡ് വാങ്ങിക്കൊടുത്തതാണ്. അപ്പം ഞങ്ങൾ ഹരിശ്രീ പോയി. ഞാനും അവൾ നേരത്തെ പോയിട്ടുണ്ട്. അപ്പം ഇന്നലെ തൊട്ടേ അമ്മ ഇന്നലെ വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ചേച്ചി കറിയൊക്കെ വെക്കുവാണെങ്കിൽ കൊടുത്തു വിടണേ മമ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള കറിയല്ലായിരുന്നു ഇന്നിവിടെ. പിന്നെ എനിക്കും വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. കൂരിക്കറിയായിരുന്നു. കൂരി ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വരൂ. എനിക്ക് കൂരി ഇഷ്ടമല്ല, ആ മീൻ എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പോൾ ഞാനും കഴിക്കാനുള്ള മൂടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വെളിയിൽ പോയി. അങ്ങനെ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന അതാണ് ഹരിശ്രീ ഹോട്ടലാണ് കേട്ടോ. ഹരിശ്രീ ഹോട്ടലിൻ്റെ ഒരു കഥ പറയാം. ഹരിശ്രീ ഹോട്ടൽ എന്ന് പറയുന്നത് പണ്ട് മേവറത്ത് നിന്ന് തട്ടാമല പോകുന്ന വഴിക്കായിരുന്നു. ആ പള്ളി കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ആയിരുന്നു അതിൻ്റെ കട. അവിടെ പോണ്ട് സിനിമ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ചോറുണ്ടെങ്കിലും ഞാനും അച്ഛനും കൂടെ പോയി അവിടുന്ന് ഫുഡ് കഴിക്കായിരുന്നു. അന്നും അവിടെ കഞ്ഞിവെള്ളമൊക്കെ കിട്ടും. ആ കഞ്ഞിവെള്ളവും ചോറും ഒക്കെ കഴിച്ച് നല്ല ഓർമ്മ എനിക്കുണ്ട്. അത് കഴിഞ്ഞ് അവർ അവിടെ നിന്ന് മാറിയിട്ട് ഉമയനെല്ലൂരിലോട്ട് മാറി. പിന്നെ റോഡ് വികസനം ഉമയനെല്ലൂർ വന്നപ്പോൾ അവിടുന്ന് മാറ്റിയിട്ടാണ് ഇപ്പോൾ നമ്മൾ മേവറത്തുനിന്ന് NS മെഡിസിറ്റിക്കൊക്കെ പോകുന്ന റോഡ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെയാണ് ഈ ഹരിശ്രീ ഹോട്ടലുള്ളത്. ലൊക്കേഷൻ ഞാൻ കാണിച്ചില്ലേ, അതുപോലെ. ഇപ്പോൾ അവിടെ 90 രൂപയാണ് ഊണ്. മീൻ ഐറ്റംസിനൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് ഉള്ളൂ. നിങ്ങൾ ആ വഴി പോകുകയാണെങ്കിൽ എന്തായാലും ഒന്ന് കയറി നോക്കണം ഉച്ചയ്ക്ക് കേട്ടോ. നല്ല ഫുഡാണ്, നല്ല വൃത്തിയുമുണ്ട്, നല്ല ആഹാരവുമാണ്, റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ്, നല്ല സർവീസാണ് ആളുകൾക്ക്. അപ്പോൾ പറ്റുമെങ്കിൽ കയറി നോക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്തത്? അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല, അവരെ ഞാൻ കൊണ്ടാക്കി ഞാൻ വീട്ടിൽ പോയിരുന്നു. പ്രത്യേകിച്ചൊന്നും കാണിക്കാതില്ലാത്തത് കൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ. പിന്നെ വൈകിട്ട് ഒരുങ്ങി സുന്ദരിയായി ഞാനും അമ്മയും കൂടെ അവനെയും അച്ഛനെയും കൂടെ സ്വിമ്മിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കാപ്പിക്കട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പൊറോട്ട കഴിക്കാം. സ്വിമ്മിങ്ങിന് അവർ കഷ്ടപ്പെട്ട് നീന്തി തീർത്ത കലോറി മൊത്തം തിരിച്ച് കയറണമല്ലോ. നമുക്കോ വണ്ണമുണ്ട്, അവരങ്ങ് വണ്ണം കുറഞ്ഞ വിഷമം വരുത്തിട്ട്. അപ്പോൾ ഞാൻ കാപ്പിക്കടയെ നിർത്തിച്ച് വാങ്ങിയതാണ്. അതിൻ്റെ വീഡിയോയും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴാണ് ഈ സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് കണ്ട്. അവനും ഭയങ്കര ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ചെറിയ ചെറിയ വിശേഷങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം, പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. യാഷഫിനെ എന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അതും നിങ്ങൾക്കൊക്കെ പറ്റുന്ന ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കടയാണ് കാപ്പിക്കടയും. അതും തട്ടാമലയിൽ നിന്ന് നമ്മൾ കൊട്ടിയല്ല പള്ളിമുക്കിലൊക്കെ പോകുന്ന കുറച്ച് പഴയാറ്റുംകുഴി ജംഗ്ഷനാണത്. അപ്പോൾ ആ വഴി പോകുന്നവരും അത് കഴിച്ചു നോക്കണം. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ.